ഈ അടുത്തിടായിട്ട് അരുണാചൽ പ്രദേശിൽ പോയിട്ട് ഒരു ഹോട്ടൽ റൂമിൽ മരിച്ചു കിടക്കുന്ന 3 മലയാളികളെ കാര്യം അടുത്തിടായിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നവീൻ, ദേവി, അർജുൻ എല്ലാവരും ഈയിടെയായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പലരും ഞെട്ടലോടെയാണ് അത് കേട്ടത്. കാരണം അവർ മരിച്ചത് ആത്മഹത്യ ചെയ്തതായിരുന്നു. അവർ ഒരു ബ്ലാക്ക് മാജിക്, അതായത് അന്ധവിശ്വാസത്തിൻ്റെ പിടിയിലായിരുന്നു അവരെന്തൊക്കെയോ അന്ധവിശ്വാസപരമായിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിറകിൽ, അതിൻ്റെ ഒരു പിടിയിലകപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ 3 പേരും. അങ്ങനെ അവർ ഹോട്ടൽ റൂമിൽ പോയിട്ട്, അരുണാചൽ പ്രദേശിൽ പോയിട്ട് ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് അവിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്, FIR റിപ്പോർട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ബാക്കി ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കേൾക്കാം. ആര്യ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചില കോഡുകളും ഉണ്ടായിരുന്നു. ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ആര്യ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറിയത്. ജിമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നവീൻ, ഭാര്യ ദേവി, സുഹൃത്തായ ആര്യ എന്നിവരാണ് അരുണാചലിലെ ഒരു ഹോട്ടലിൽ മരിച്ചത്. എല്ലാത്തിനും നേതൃത്വം നൽകിയത് നവീൻ എന്ന നിഗമനത്തിലാണ് പോലീസ്. ആദ്യം ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടനായത് നവീൻ എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ഭാര്യയും 10 ദിവസം പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. 4 ദിവസം തിരുവനന്തപുരത്ത് കഴുക്കോട്ടത്തുണ്ടായിരുന്നു. എവിടെയാണ് താമസിച്ചതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. 10 ദിവസത്തിൽ പല ദിവസങ്ങളിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 26-ന് ആര്യയെ കണ്ടിട്ടുണ്ട്. അന്നാണ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നവീനാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കാൻ നവീൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴുക്കോട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോഴും പണമായിട്ടാണ് തുക കൈമാറിയത്. യാത്രാ വിവരങ്ങൾ വേഗത്തിൽ കണ്ടെത്താതിരിക്കാനായിരുന്നു ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടൽ മുറി എടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയിട്ടില്ല. ഇതിനിടെ ഞരമ്പ് മുറിക്കാനുള്ള ആയുധവും രക്തം കട്ടപിടിക്കാരികള മരുന്നുമെല്ലാം വാങ്ങിയിരുന്നു. എല്ലാം ആസൂത്രിതമായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ആയുർവേദ ഡോക്ടർ ജോലി വിട്ട നവീനും ഭാര്യ ദേവിക്കും സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നു. കേക്ക് വിൽപ്പനയായിരുന്നു ഇരുവരുടെയും വരുമാന മാർഗം. ഇവരുടെ കൈകൾ യാത്രയ്ക്കുള്ള പണം ഉൾപ്പെടെ എങ്ങനെ എത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നു. ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അന്ധവിശ്വാസത്തിൻ്റെ ഇതിലകപ്പെടാൻ കഴിയുക? അവർ ചിന്തിക്കുന്നത് അന്ധവിശ്വാസപരമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ അടുത്തിടായിട്ടാണ് കേരളം ഞെട്ടലോടെ പല സംഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. നരഹത്യ, അതേപോലെ ബലി കൊടുക്കുന്നത്, അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ. മരിച്ചതിന് ശേഷം അവർ ജീവിക്കും എന്നുള്ളതിന് കാത്തു നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രത്യേക അന്ധവിശ്വാസത്തിൻ്റെ ഇതിൽ ഇപ്പോഴും അകപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴുണ്ട്. അത് എല്ലാ മതത്തിലാണെങ്കിലും അത്തരത്തിൽ മനുഷ്യരുണ്ട്. ഇന്നത്തെ ഈ കൊച്ചു കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ എപ്പോഴും അതിൻ്റെയൊക്കെ ഒരു പിടിയിൽ അകപ്പെട്ടിട്ടുള്ള, ഇപ്പോഴും അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന പലരുമുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ കുറച്ചുകൂടെ അവർ എങ്ങനെയാണ് ഇതിലേക്ക് പോയതെന്നും ഈ അന്ധവിശ്വാസത്തിലേക്ക് ഇവർ പോയതും അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വിവരണങ്ങളൊക്കെ സൈബറും അതേപോലെ സൈബർ പോലീസൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ അയച്ച മെയിലിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതിനൊക്കെ കുറിച്ച് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ കേൾക്കാം. PDF ഫയലിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൗതുകപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന, അതായത് ആൻഡ്രോമേഡ ഗാലക്സിയിലെ ഏലിയനായിട്ടുള്ള മിത്തി എന്ന് പറയപ്പെടുന്ന ഒരാളുമായി നടത്തുന്ന ഒരു ചോദ്യം ആൻസർ അല്ലെങ്കിൽ ചോദ്യോത്തര സെക്ഷനെ കുറിച്ചുള്ള PDF ആണിത്. ആ PDF-ൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ബുദ്ധിവികാസങ്ങളെക്കുറിച്ച്, ഭൂമിയിലെ മനുഷ്യനും മൃഗങ്ങളുടെ സാധ്യതകളെ സംബന്ധിച്ചൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നൽകുന്നത്. ആ ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ, അതായത് ഈ ആദ്യ ചോദ്യം തുടങ്ങുന്നത് തന്നെ ദ പ്ലാനറ്റ് എർത്ത് ഈസ് അണ്ടർഗോയിങ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത്
ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് പരിണാമങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോദ്യോത്തരങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിന് മറുപടിയായി മിഥി എന്ന ഏലിയൻ, അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഏലിയനായിട്ടുള്ള മിഥി അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മനുഷ്യന്റെ ഭൂമിയിലെ ഒറിജിൻ അതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ PDF രേഖകൾ പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ മനുഷ്യനെ മറ്റൊരു പ്ലാനറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് അന്യഗ്രഹത്തിലേക്ക് മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട്. അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഡിനോസറുകൾ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന് ഈ ചോദ്യോത്തരത്തിൽ പറയുന്നുണ്ട്. ആ സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായിട്ടുള്ള അന്യഗ്രഹത്തിലെ ആളുകളുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. അതായത് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, ഡിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ്. ആ മറ്റൊരു ഗ്രഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഡിനോസറുകൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ വേവ്സുകളെ കുറിച്ചടക്കം ചില കാര്യങ്ങൾ ഈ PDF ഫയലിൽ പറയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ രണ്ട് ഗ്രഹത്തിലേക്ക് മനുഷ്യനെ, ഏതാണ്ട് ഭൂമിയിലെ 90% മനുഷ്യരെയും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റാം, മറ്റു രണ്ട് ഗ്രഹത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പേസ് ഷിപ്പുകളെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യം, അതിൻ്റെ ചിത്രങ്ങളടക്കം ഈ PDF ഫയലിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും പഠനം നടത്തി സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ, അത് ഇവരുടെ കൃത്യതയാണ്. ആ കാര്യങ്ങൾ ഇവർ എന്തോ ഒരു വലിയ ട്രാപ്പിലകപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രഗ്സ് മാഫിയ, അതുപോലെ പിന്നെ അതേപോലെ തന്നെ പെൺവാണിഭ റാക്കറ്റ്, അതേക്കെ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റുകളുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇപ്പം മനുഷ്യക്കടത്തൊക്കെ അല്ലേ, പക്ഷേ ആ മനുഷ്യരെ അവയവം പിന്നെ വാണിജ്യം നടത്തുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. ഒരു പക്ഷേ ഏതോ ഒരു ട്രാപ്പിൻ്റെ ഇതിൽ അകപ്പെട്ടിട്ട് ഇവർ ഈ ഏലിയനിലും മറ്റുള്ള ഗ്രഹത്തിലേക്ക് പോകുന്നതും ഏകദേശം ഒരു അലോൺ മസ്കിൻ്റെ ചിന്താഗതി, അലോൺ മസ്ക് അന്യഗ്രഹത്തിൽ പോയിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ ഇവിടുന്ന് മരിച്ചിട്ട് അന്യഗ്രഹത്തിലേക്ക് ലൈഫ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. വളരെ ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഏതോ ഒരു വലിയ റാക്കറ്റിൻ്റെ, അതായത് ഒരു വലിയ പിന്നെ ഇതിൻ്റെ ബാക്കെൻഡിൽ ഒരു വലിയ നിഗൂഢതയിൽ അകപ്പെട്ടു പോയതാണെന്ന് ഇത്രയും ഡീറ്റെയിലൊക്കെ കണ്ടിട്ട്. എങ്ങനെയാണ് ഇവരെ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ഡോക്ടർ, അതേപോലെ ഒരു ടീച്ചർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിക്കാനൊക്കെ ഇവരെ കൊണ്ടെത്തിച്ചത്? അവരവസാനം ഈ ഡോക്ടറെ ജോലി ഒഴിവാക്കിയിട്ട് കേക്ക് വിറ്റു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം വിഡ്ഢിത്തരപരമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സാമാന്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടികൾക്ക് പോലും പൊതുവെ ഇന്ന് കാര്യത്തിലൊക്കെ അന്തമുണ്ട് എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ ഇത്രയും ബുദ്ധിശൂന്യമായിട്ട് ചിന്തിക്കുന്നവരും ഇന്നത്തെ കാലത്തുണ്ട് എന്നും പറയാം. കാരണം കുട്ടികളിൽ, ഈ കുട്ടികളിൽ തന്നെ ഇപ്പം നല്ല ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നല്ല ബുദ്ധിയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ. പക്ഷേ അതേസമയം ഇത്രയും തലമുതിർന്ന, ഇത്രയും പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിൽ വലിയ ട്രോമയിലൊക്കെ പോയിട്ട് പെടുക, അല്ലെങ്കിൽ വലിയൊരു ട്രാപ്പിൽ അകപ്പെടുക എന്നൊക്കെ പറയുമ്പോഴേ എന്തോ ഒരു അതിൻ്റെ പിറകിൽ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കേരളം കാത്തിരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പല സെക്ഷനിലും നമ്മൾ എന്താ പറയുക, ഡ്രഗ്സിനും അതേപോലെ അത്തരത്തിൽ പല മേഖലകളിലും നമ്മളെ പോലീസും മറ്റുള്ള സന്നാഹങ്ങളൊക്കെ ഇത്തരത്തിൽ സെക്യൂരിറ്റി പരമായിട്ട് ആ കാര്യത്തിലും കൂടെ ജനങ്ങളിലേക്കൊക്കെ ഒരു അവബോധം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്നാവും കേട്ടോ. നമ്മളെപ്പോഴും പല നമ്മളെ ഇത്തരത്തിൽ പല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സെക്ഷനിലും അതിൻ്റേതായ ആളുകളുണ്ട്. പക്ഷേ ആളുകളെ ഈ അന്ധവിശ്വാസവും അനാചാരങ്ങളെക്കുറിച്ചും ഒരു അവബോധം വളർത്തിയില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങളും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത കൊലകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനൊക്കെ നമ്മൾ കുറച്ചും കൂടെ മുൻകരുതലോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്കും നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ഇതിലൊക്കെ പോയി പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടേക്കാണ് നമ്മളെ ഈ കാലഘട്ടവും ഇന്നത്തെ സിറ്റുവേഷനൊക്കെ നമ്മളെ ഇത്രയും പ്രബുദ്ധമായ കേരളത്തിലുള്ള അവസ്ഥകളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനൊന്നും കുറ്റം പറയുകയൊന്നും ചെയ്യാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ട്. അത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ കാര്യമാണ്, അവനവനാണ് മാറേണ്ടത്. സ്വയം മാറാത്തിടത്തോളം കാലം ഒരു സമൂഹത്തിനെ മാറ്റാൻ കഴിയില്ല എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്.